ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു ETF-ന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ തിങ്കളാഴ്ച PSU ബാങ്കിന്റെ 10 ക്വാണ്ടിറ്റി ETF വാങ്ങിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ വാങ്ങിച്ചോ? യെസ്, വാങ്ങിച്ചു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ETF-ന്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു 10 ക്വാണ്ടിറ്റിയുടെ PSU ബാങ്കിന്റെ ETF ആണ് നമ്മൾ സെലക്ട് ചെയ്തിരുന്നത്. നമ്മൾ തിങ്കളാഴ്ച PSU ബാങ്കിന്റെ 10 ക്വാണ്ടിറ്റി 81 രൂപ 69 പൈസയ്ക്കാണ്. ഒരു ക്വാണ്ടിറ്റിയുടെ വില നമ്മളന്ന് വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിനേക്കാളും കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. 81 രൂപ 69 പൈസയ്ക്കാണ് PSU ബാങ്കിന്റെ 10 ETF നമ്മൾ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് വാങ്ങിച്ചത്. പക്ഷെ എന്ത് സംഭവിച്ചു? അത് നഷ്ടത്തിലോട്ടാണ് പോയത്. എന്തുകൊണ്ടാണ് നഷ്ടം വരാൻ കാരണം? മാർക്കറ്റ് താഴോട്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു 2-3 ദിവസമായിട്ട് മാർക്കറ്റ് താഴോട്ടായതുകൊണ്ട് തന്നെ നമ്മൾ വാങ്ങിച്ച ETF-ന്റെ വില കുറഞ്ഞു. ഇപ്പോഴത്തെ അതിൻ്റെ വില എന്ന് പറയുന്നത് 89 രൂപ 13 പൈസയാണ്. 10 ക്വാണ്ടിറ്റിയിലും കൂടെ ഏകദേശം എത്ര രൂപ നഷ്ടം ഉണ്ടായിരുന്നു? 25 രൂപ 60 പൈസ നമുക്ക് PSU ബാങ്കിന്റെ ETF-ൽ ലോസ് ആണ്. പക്ഷേ പേടിയുണ്ടോ? എന്തുകൊണ്ടാണ് പേടിയില്ലാത്തത്? അവിടെ ഇന്ത്യ മാർക്കറ്റ് മുകളിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ETF മുകളിലോട്ട് തന്നെയാണ്. ETF മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് കൊണ്ട് നമുക്ക് പേടിക്കാനൊന്നുമില്ല. എപ്പോഴായിരുന്നാലും ഇത് ലാഭത്തിലേ പോകത്തുള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത് വാങ്ങിക്കാൻ പോകുന്ന സ്റ്റോക്ക് ETF ഓൾറെഡി നമ്മളത് ഇന്നലെ വെള്ളിയാഴ്ച മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ എന്ത് ചെയ്തു? വാങ്ങിച്ചിരുന്നു. എന്താ വാങ്ങിച്ചത്? ടാറ്റ ഗോൾഡിന്റെ ETF നമ്മൾ 14 രൂപ 62 പൈസയ്ക്ക് ടാറ്റ ഗോൾഡിന്റെ ETF 100 ക്വാണ്ടിറ്റിയാണ് വാങ്ങിച്ചത്. ഒരെണ്ണത്തിന്റെ വില എത്ര രൂപയാണ്? ഒരു ടാറ്റ ഗോൾഡിന്റെ വില 14 രൂപ 62 പൈസയ്ക്കാണ് നമ്മൾ ടാറ്റ ഗോൾഡിന്റെ ETF 100 ക്വാണ്ടിറ്റി വാങ്ങിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ പിന്നീട് വീണ്ടും ഇതിൽ ക്വാണ്ടിറ്റി എന്ത് ചെയ്യും? കൂട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഈ 14 രൂപ 62 പൈസയ്ക്ക് നമുക്കിപ്പം ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഗോൾഡിന്റെ വില ഇപ്പം എന്താണ് ചെയ്യുന്നത്? കുറഞ്ഞുകൊണ്ടല്ല, കൂടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഗോൾഡിന്റെ വില മുകളിലോട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഗോൾഡിന്റെ ETF-ൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടും എന്താണ്? നല്ലതാണ്. ഗോൾഡിന്റെ വില മുകളിലോട്ട് പോകുന്തോറും നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ടാറ്റ ഗോൾഡ് ETF-ന്റെ വില എന്ത് ചെയ്യും? മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഒരു ദിവസം ഒരു ചായ കുടിക്കാൻ എത്ര രൂപ കൊടുക്കും? 15. ചിലയിടത്ത് 10 രൂപയ്ക്കും കിട്ടും. സിറ്റിയിലൊക്കെ പോയി കഴിഞ്ഞാൽ 15 രൂപയൊക്കെ ഒരു ചായക്ക് നമ്മൾ കൊടുക്കണം, ചായക്കോ കോഫിക്കോ. അപ്പോൾ നമുക്ക് ഒരു ദിവസം ഒരു ചായ കുടിക്കുന്ന പൈസയ്ക്ക് എന്ത് ചെയ്യാം? ടാറ്റ ഗോൾഡിന്റെ ETF വാങ്ങിക്കാം. ടാറ്റ ഗോൾഡിന്റെ മാത്രമല്ല, ഗ്രോയുടെ ETF ഉണ്ട്. അതുപോലെ തന്നെ ഏഞ്ചൽ വണ്ണിന്റെ ETF-നൊക്കെ എല്ലാം 15 രൂപയ്ക്ക് താഴെയാണ്. അപ്പോൾ നമുക്ക് ഒരു ചായ കുടിക്കുന്ന പൈസയ്ക്ക് നമുക്ക് ഒരു ദിവസം ഒരു ചായ കുടിക്കുന്ന പൈസ നമ്മൾ ഗോൾഡിൻ്റെ ETF-ലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിക്ഷേപിക്കുന്നത് നമ്മൾ അറിയാണ്ട് തന്നെ അവിടെ കിടന്ന് വളർന്നുകൊണ്ടിരിക്കും. കുറേ കാലം കഴിയുമ്പോഴത്തേക്കും ETF-കളൊക്കെ നല്ല പ്രോഫിറ്റിലോട്ട് വരികയും ചെയ്യും. അപ്പോൾ കഴിയുന്നതും ഇത്തരം ഗോൾഡ്, സിൽവർ പോലുള്ള ചെറിയ ETF-കൾ, നമുക്കിപ്പം വലിയ പൈസ നിക്ഷേപിക്കാനില്ലെങ്കിലും ചെറിയ ചെറിയ പൈസകൾ വെച്ചിട്ട് നമുക്ക് ഗോൾഡ്, സിൽവർ പോലുള്ള ETF-കളിൽ നമുക്ക് നിക്ഷേപിക്കാൻ ഇപ്പോഴും പറ്റും. അപ്പോൾ നമ്മളിനി അടുത്ത ആഴ്ച പുതിയൊരു ETF-ആയിട്ട് വരും. ആ സമയത്ത് നമ്മുടെ കഴിഞ്ഞ ഇപ്പം നമ്മൾ 2 ETF-കളാണ് ഹോൾഡ് ചെയ്യുന്നത്. ഏതൊക്കെ ETF-ആണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത്? PSU ബാങ്ക് ETF-ഉം പിന്നെ ടാറ്റ ഗോൾഡിൻ്റെ ETF-ഉം 2 ETF-കൾ നമ്മൾ ഹോൾഡ് ചെയ്യാണ്. അടുത്ത ആഴ്ച നമ്മൾ ഏത് ETF-ആണോ വാങ്ങിക്കുന്നത് അതിൻ്റെ വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം. ഓക്കെ, ബൈ.